വിശദമായി നോക്കാം. പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന വ്യവസായശാലകൾക്കെതിരെ പലതരത്തിലുള്ള പ്രതിഷേധം കേരളം കണ്ടിട്ടുണ്ട്. അത്തരത്തിലൊന്നായിരുന്നു കോഴിക്കോട് താമരശ്ശേരിയിൽ ഇന്നലെ നാം കണ്ടത്. ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരായ പ്രദേശവാസികളുടെ പ്രതിഷേധം ഇന്നലെ അണപൊട്ടിയൊഴുകുന്നതാണ് നാം കണ്ടത്. വർഷങ്ങളായി നടക്കുന്ന ജനകീയ പ്രതിഷേധം പക്ഷേ ഇന്നലെ വലിയ സംഘർഷത്തിലേക്കും അക്രമത്തിലേക്കും വഴിമാറുകയാണ് ചെയ്തത്. കഴിഞ്ഞ 5 വർഷത്തോളമായി പ്രദേശവാസികൾ ഫ്രഷ് കട്ടിനെതിരെ സമരത്തിലാണ്. പക്ഷെ അതിപ്പോഴും തുറന്നു പ്രവർത്തിക്കുകയാണ്. അതിനെതിരെയാണ് ഇന്നലെ റോഡ് ഉപരോധവും പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ അവിടെയുള്ള പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അവിടെ പ്ലാന്റിലേക്കുള്ള വാഹനങ്ങൾ, മാലിന്യം നിറച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ പ്രതിഷേധക്കാർ, സമരക്കാർ തടയുകയും ചെയ്തു. അതിന് പിന്നാലെ പോലീസ് ഇടപെട്ടുകൊണ്ട് പോലീസ് അകമ്പടിയോടുകൂടി വാഹനങ്ങൾ പ്ലാന്റിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചതാണ് വലിയ പ്രകോപനത്തിന് കാരണമായത്. അതിന് പിന്നാലെ കണ്ണീർ വാതകം പ്രയോഗിക്കലും പിന്നാലെ ലാത്തിച്ചാർജ് അടക്കമുണ്ടാവുകയും ചെയ്തു. പിന്നീട് നമ്മൾ കണ്ടത് വലിയ സംഘർഷവും അക്രമവും ഒക്കെയായിരുന്നു. ഈ സമരക്കാരിൽ ചിലർ പ്ലാന്റിനകത്തേക്ക് കയറിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾക്കും പ്ലാന്റിനും ഉൾപ്പെടെ തീയിടുന്നതാണ് കണ്ടത്. പിന്നീട് മണിക്കൂറുകളെടുത്താണ് ആ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഏതാണ്ട് 300-ലധികം വരുന്ന ആളുകൾക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ 1-ാം പ്രതി പ്രദേശത്തെ ഡിവൈഎഫ്ഐ നേതാവായ മെഹറൂഫാണ്. അങ്ങനെ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഈ പ്ലാന്റിന്റെ ഉടമകളും വലിയ ആരോപണവുമായി രംഗത്തെത്തുകയാണ്. സമാധാനപരമായി മുന്നോട്ട് പോയിരുന്ന സമരമായിരുന്നു. പക്ഷേ അതിന് പിന്നിൽ ഈ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് ചില ആസൂത്രണം, ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. സമരക്കാരിൽ ചിലരുടെ അജണ്ട നടപ്പിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെയുള്ള ആരോപണങ്ങളുമായി പ്ലാന്റിന്റെ ഉടമകളും രംഗത്തെത്തുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഈ ഫ്രഷ് കട്ട്, എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഈ പ്ലാന്റിനെതിരെ ഉയരാൻ കാരണമായത് എന്നാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കാൻ പോകുന്നത്. ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണ്. കഴിഞ്ഞ 5 വർഷമായി അത് പ്രവർത്തനം നടക്കുന്നുണ്ടായിരുന്നു. ഇത് തുടങ്ങിയത് മുതൽ തന്നെ പ്രദേശവാസികൾ, അവിടെയുള്ള നാട്ടുകാർ, ആയിരക്കണക്കിന് വരുന്ന കുടുംബങ്ങൾ ഈ പ്ലാന്റിനെതിരെ സമരരംഗത്തിറങ്ങുന്നതാണ് കണ്ടത്. 2019 ആരംഭിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റ് ആയിരുന്നു. അതിന് പിന്നീട് കണ്ടത് പ്രതിഷേധ സമരമുറകളൊക്കെയായിരുന്നു. അവിടെയുള്ള നാട് ഈ സംസ്കരണ പ്ലാന്റിനെതിരെ കണ്ടത്. അമ്പായത്തോടിലെ കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോടിലെ ഇറച്ചിപ്പാറയിലാണ് ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. എന്താണ് പ്രധാനമായി ഏത് രീതിയിലുള്ള മാലിന്യമാണ് അവിടെ സംസ്കരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കോഴി മാലിന്യം സംസ്കരിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ ഏക മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണ്. സ്വകാര്യ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണ്. അവിടെ അഴുകിയതും അഴുകാത്തതുമായ ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്നെത്തിക്കുന്ന ടൺ കണക്കിന് കോഴി മാലിന്യം, അറവ് മാലിന്യമാണ് അവിടെ സംസ്കരിക്കുന്നത്. അതവിടെ സംസ്കരിക്കുകയും പിന്നീട് ബൈ പ്രോഡക്ട്സ്, ഈ മാലിന്യത്തിൽ നിന്ന് ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കുകയുമാണ് അവിടെ ചെയ്യുന്നത്. കഴിഞ്ഞ 5 വർഷത്തിലധികമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെയുള്ള നാട്ടുകാർ, പ്രദേശവാസികൾ ഈ പ്ലാന്റിനെതിരെ സമരരംഗത്തുണ്ട് എന്നതാണ്. പല രീതിയിലുള്ള വേറിട്ട തരത്തിലുള്ള സമരങ്ങളൊക്കെ അവിടെ കണ്ടിരുന്നു. പക്ഷേ അതിന് പിന്നാലെയും അവിടെ ഈ പ്ലാന്റ് പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നതാണ് കണ്ടത്. 5 വർഷമായിരുന്നു അതിന്റെ ലൈസൻസ്. പിന്നീട് ഈ പ്രതിഷേധങ്ങളെ തുടർന്ന് പഞ്ചായത്ത് അതിന്റെ ലൈസൻസ്, ഈ പ്ലാന്റിന്റെ ലൈസൻസ് പുതുക്കി നൽകാതിരിക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. നോക്കാം ഇപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്ന് നോക്കാം. എന്തുകൊണ്ടാണ് അവിടെയുള്ള നാട്ടുകാർ ഈ പ്ലാന്റിനെതിരെ രംഗത്തെത്തിയത്? ഏറ്റവും പ്രധാനപ്പെട്ടത് കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന ഈ പ്ലാന്റിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധമാണ് പ്രധാന കാരണം. നോക്കൂ, അവിടേക്ക് എത്തിക്കുന്നത് ടൺ കണക്കിന് മാലിന്യങ്ങളാണ് ഓരോ ദിവസവും അവിടെ എത്തിക്കുന്നത്, അത് സംസ്കരിക്കുന്നത്. അപ്പോൾ ഈ അഴുകിയതും അഴുകാത്തതുമായ കോഴി മാലിന്യം അത് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്ന് അവിടേക്ക് എത്തുന്നു. അത് അവിടെ കെട്ടിക്കിടക്കുന്നു. അതുകൊണ്ടുണ്ടാകുന്ന ദുർഗന്ധം അത് സഹിക്കാൻ പറ്റാത്തതാണ്. ഈ പ്ലാന്റിന് സമീപത്ത് ഏതാണ്ടൊരു 1-2 കിലോമീറ്ററിന് ഉള്ളിൽ ആളുകൾക്ക് അവിടെ നിൽക്കക്കള്ളിയില്ലാത്ത ഒരു സാഹചര്യമാണ് പ്രദേശവാസികൾക്ക് എന്നാണ് അവിടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊന്ന്, അവിടെയുള്ള പുഴ മലിനമാകുന്നു. ജല പദ്ധതികളൊക്കെ, അതായത് ശുദ്ധ ജലമടക്കം അത് മലിനമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു. ഈ പ്ലാന്റിൽ നിന്നുള്ള മാലിന്യജലം അത് പുറത്തേക്ക് ഒഴുകുന്നതിലൂടെ അവിടെയുള്ള ജലസ്രോതസ്സുകൾ മലിനീകരിക്കപ്പെട്ടു പോകുന്നു. പ്രധാനമായും ഈ 2 പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അവിടെയുള്ള ആളുകൾ ഈ പ്ലാന്റിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നോക്കൂ, അവിടെ പ്ലാന്റിന്റെ ഒരു ദിവസത്തെ സംഭരണശേഷി അല്ലെങ്കിൽ സംസ്കരണ ശേഷി എന്ന് പറയുന്നത് 20 ടൺ കോഴി മാലിന്യമാണ്. പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് അതിന്റെ 10 ഇരട്ടിയോളം കോഴി മാലിന്യം അവിടേക്ക് എത്തുന്നു. അവിടെ സംസ്കരിക്കുന്നത് 200 ടൺ മാലിന്യം അവിടെ സംസ്കരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നാട്ടുകാർ പ്രധാനമായി ഉയർത്തുന്ന ഒരു പരാതി അല്ലെങ്കിൽ ആരോപണം.
യെസ്, പിന്നീട് നോക്കൂ, കഴിഞ്ഞ മെയ്യിൽ ഈ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് മെയ്യിൽ ഈ പ്ലാന്റ് 1 മാസത്തോളം അടച്ചിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ പ്ലാന്റിന്റെ ഉടമകൾ ആളുകളുടെ പരാതി ഈ നാട്ടുകാർ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് പരിശോധിക്കാം, അതിനൊരു പരിഹാരമുണ്ടാക്കാം എന്ന ഒരു ഉറപ്പ് നൽകുകയും ആ ഉറപ്പിന് പിന്നാലെയാണ് പിന്നീട് വീണ്ടും ഈ പ്ലാന്റ് തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായത്. എന്തായാലും ഇന്നലെ വലിയ രീതിയിലുള്ള സംഘർഷം, അക്രമമൊക്കെ നമ്മൾ കണ്ടു. അതിന് പിന്നാലെയാണ് DIG യതീഷ് ചന്ദ്ര ഒരു പ്രസ്താവന നടത്തുന്നത്. ആസൂത്രിതമായ ആക്രമണമാണ് ഇന്നലെ താമരശ്ശേരി അമ്പായത്തോടിൽ നടന്നിട്ടുള്ളത് എന്ന് DIGയിൽ നിന്നൊരു പ്രസ്താവന വരികയാണ് ചെയ്തിട്ടുള്ളത്. ഇനി മറ്റ് പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ, നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ EP ജയരാജന്റെ പ്രതികരണം, അദ്ദേഹം പറഞ്ഞത് ഈ നാട്ടുകാരിലേക്ക്, ഈ സമരക്കാർ ഇടയിലേക്ക് മറ്റ് ചില ശക്തികൾ കടന്നുകൂടിയുണ്ടായ ആക്രമണവും സംഘർഷവുമാണ് അവിടെ കണ്ടതെന്ന് EP ജയരാജൻ ഉൾപ്പെടെ പറയുന്നുണ്ടായി. എന്തായാലും ഇന്നലത്തെ സാഹചര്യം നമ്മൾ കണ്ടതാണ്, ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. സ്ത്രീകളും കുട്ടികളും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. അണപൊട്ടിയൊഴുകുകയാണ് പ്രതിഷേധം എന്ന് തന്നെ പറയേണ്ടി വരും. വലിയ അക്രമത്തിലേക്ക്, തീ വയ്ക്കുന്ന സാഹചര്യത്തിലേക്ക്, അതായത് അവരുടെ ഒരു സമാധാനപരമായി മുന്നോട്ടു പോയിരുന്ന സമരം, പ്രതിഷേധം അത് കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായത്. നമുക്ക് ഇനി പരിശോധിക്കേണ്ടത് ഇന്നലെ ഉണ്ടായ സംഭവത്തിന് പിന്നാലെ എന്താണ് ഈ ഫ്രഷ് കട്ട് പ്ലാന്റിന്റെ ഉടമകൾ, മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉടമകൾ പറയാനുള്ളത് എന്നുകൂടി നമുക്ക് കേൾക്കാം. നമുക്കൊരു പ്രശ്നത്തിന് സൊല്യൂഷൻ അല്ല ആഗ്രഹിച്ചത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നായിരുന്നു അതിൻ്റെ അജണ്ട. അതായത് അത് കഴിഞ്ഞിട്ട് ഒരു പ്രശ്നമില്ലാതെ സമാധാനപരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്നൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുകയും ആ ഇഷ്യൂവിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകളെയും കുട്ടികളെയും മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. അപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷൻ ഞങ്ങൾക്കുണ്ട്. മോറോവർ കേരള ഗവൺമെൻറ്റിൻ്റെ എല്ലാ ലൈസൻസും ഉണ്ട്, അവരുടെ സപ്പോർട്ടും. ഇപ്പോൾ കേരളത്തിൽ വ്യവസായം നടത്തുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഒബ്വിയസ്ലി ഒരു വ്യവസായിക്ക് ഉണ്ടാവില്ല. അതെല്ലാം ഉണ്ടായിട്ട് പോലും ഞങ്ങൾ സ്മൂത്തായിട്ട് പോകുമ്പം പോലീസിന് പ്രതിരോധത്തിലാക്കാനാണ് ഈ സ്ത്രീകളും കുട്ടികളും മുമ്പിൽ വെക്കുന്നത്. ഇതൊരു പുതിയൊരു കമ്മിറ്റി വന്ന പുതിയൊരു ഇത് വന്നതിന് ശേഷമാണ് ഇത് ഈ ഒരു ലൈനിലേക്ക് മാറിപ്പോയത്. നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ അതിലുണ്ടായിരുന്നു? നമ്മുടെ ഉണ്ട്, സ്റ്റാഫുകൾ തന്നെയുണ്ട്, പഴയ സ്റ്റാഫുകൾ തന്നെയുണ്ട്. യെസ്, ഇനി എന്താണ് പോലീസിന്റെ ഒരു ഭാഗം, അവർ നൽകുന്ന ഒരു വിശദീകരണം എന്താണ്? ആരാണ് ഇന്നലെ ഉണ്ടായ സംഘർഷത്തിന്റെ ഉത്തരവാദി എന്നൊക്കെ നോക്കാം. ദൃശ്യ പുതിയടത്ത് വിശദീകരിക്കും. കട്ടിപ്പാറ അമ്പായത്തോട് ഇറച്ചിപ്പാറയിൽ പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം. ഇതിനെതിരെ വർഷങ്ങളായി സമരം നടത്തുന്ന നാട്ടുകാർ. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അനിശ്ചിതകാല രാപ്പകൽ സമരവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. അതായത് 100-ലേറെ പേർ, സ്ത്രീകളും കുട്ടികളും അടക്കം 100-ലധികം പേർ ഈ ഒരു കേന്ദ്രത്തിനെതിരെ സമരവുമായി രംഗത്തെത്തുന്നു. ഇതൊരു ഇന്നലെ രാവിലെ 10 മണിയോടെയായിരുന്നു സമരം ആരംഭിച്ചത്. അതിനിടയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം ഈ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനരികെ തന്നെ ഈ സമരവുമായി നിലയുറപ്പിക്കുന്നു. രാവിലെ തന്നെ ഇവിടെയുള്ള നാട്ടുകാരെ, സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാനായി പോലീസിന്റെ നേതൃത്വത്തിലുള്ള നീക്കം തുടങ്ങുന്നു. എന്നാൽ ഇവർ ഈ വഴിയിൽ നിന്ന് കുറച്ച് മാറി സമരം ആരംഭിച്ചതോടെ പിന്നീട് സമവായ ശ്രമത്തിലേക്കൊക്കെ നടക്കുന്നു. ശേഷം ഈ പ്രതിഷേധക്കാരൊക്കെ ശാന്തമായ സമരമാർഗത്തിലേക്കായിരുന്നു കടന്നിരുന്നത്. എന്നാൽ വൈകുന്നേരം 3 മണിയോടെ സമരക്കാർ വീണ്ടും ഈ ഒത്തുചേരുകയും പിന്നീടാണ് ഇത്തരത്തിലൊരു വലിയ ഈ സംഘർഷത്തിലേക്കൊക്കെ കടക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. ഈ പ്രതിഷേധക്കാർ റോഡിലേക്ക് ഇറങ്ങി സമരത്തിലേക്ക് നടക്കുന്നു. ഇത് വലിയൊരു സംഘർഷാവസ്ഥയിലേക്ക് തന്നെ ഈ കടക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇവിടെ എത്തിച്ചേർന്ന പോലീസുകാർക്കെതിരെയും ഈ നാട്ടുകാർ കല്ലെറിയുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇതോടെയാണ് സമരം വീണ്ടും ഒരു അക്രമാസക്തമാവുകയും പോലീസ് ഇവർക്ക് നേരെ ടിയർ ഗ്യാസ് അടക്കം പ്രയോഗിക്കുന്നു. ഈ ലാത്തി ചാർജ് ഉണ്ടാവുന്നു. ദേഹാസ്വാസ്ഥ്യമുണ്ടായ ചില ആളുകളെ ഇവിടെ നിന്ന് മാറ്റുന്ന അവസ്ഥയുണ്ടാകുന്നു. അത്തരത്തിൽ വലിയൊരു സംഘർഷത്തിലേക്ക് കടക്കുന്ന അവസ്ഥയുണ്ടായി. ഈ ഒരു അവസരത്തിലാണ് ഇവിടേക്ക് റൂറൽ SP KE ബൈജു അടക്കമുള്ളവർ എത്തുന്നത്. ഇന്നലെ ഉണ്ടായ ആക്രമണത്തിൽ ഈ റൂറൽ SP അടക്കം നിരവധി പോലീസുകാർക്കും നാട്ടുകാർക്കും ഒക്കെ പരിക്കേറ്റിട്ടുണ്ട്. കാലിനും ചുണ്ടിനും പല്ലിനുമടക്കം പരിക്കേറ്റ റൂറൽ SP ഇപ്പോൾ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അത്തരത്തിൽ റൂറൽ SP അടക്കം 16 പോലീസുകാർക്കും കൂടാതെ നിരവധി നാട്ടുകാർക്കും ഇന്നലെയുണ്ടായ സംഘർഷത്തിൽ പരിക്കേൽക്കുന്നു. പോലീസ് ഇന്നലെ കണ്ണീർ വാതകം പ്രയോഗിച്ചു. അതിൽ ഒരുപാട് നാട്ടുകാർക്ക് പരിക്കേൽക്കുന്നു. ഈ പോലീസിന് നേരെ നാട്ടുകാരുടെ കല്ലേറുണ്ടാകുന്നു. അതിൽ നിരവധി പോലീസുകാർക്ക് ഈ തലക്കടക്കം സാരമായി പരിക്കേൽക്കുന്നു. അത്തരത്തിൽ ഇന്നലെ ഉണ്ടായ സംഘർഷത്തിൽ നിരവധി പേരാണ് ഇപ്പോൾ പരിക്കേറ്റ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അടക്കം ചികിത്സയിൽ കഴിയുന്നത്. ഈ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം കത്തിച്ചതിന് 30
പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ എന്തായാലും വലിയ ആസൂത്രിതമായ നാശനഷ്ടങ്ങൾ തന്നെയാണ് ആ പ്ലാന്റിനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. ആ തീപിടുത്തത്തിൽ ഏതാണ്ട് 5 കോടിയുടെ നാശനഷ്ടം ഉണ്ടായി എന്ന് പ്ലാന്റ് ഉടമകൾ പറയുന്നു. എന്തായാലും ഒരു ആസൂത്രിത നീക്കമാണ് ഇതിന് പിന്നിൽ നടന്നിട്ടുള്ളത് എങ്കിൽ അത് പുറത്തു വരേണ്ടതുണ്ട്. അത് അന്വേഷണത്തിൽ പുറത്തുവരിക തന്നെ ചെയ്യുമെന്ന് കരുതാം. ദൃശ്യ പുതിയെടുത്ത